ഏറ്റവും വലിയ ശത്രു, ദ റിയൽ എനിമി, റവന്യൂ റിച്ച്. വരുമാനം നോക്കുമ്പോൾ ഭയങ്കര ടേൺ ഓവർ. റവന്യൂ റിച്ച് ബട്ട് ക്യാഷ് പുവർ. 5 പൈസ കയ്യിലെടുക്കാനില്ല. വലിയ ബിസിനസ്സാ, ഭയങ്കര ടേൺ ഓവറാ, മില്യൺസാ പറയുമ്പോഴൊക്കെ. കിട്ടിയിരിക്കുന്ന ഓർഡർ വാല്യൂ നോക്കുമ്പോൾ മില്യൺസാ. ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ കാശില്ല, റെന്റ് കൊടുക്കാൻ കാശില്ല. റവന്യൂ റിച്ച് ആൻഡ് ക്യാഷ് പുവർ. ബുക്കിന്റെ അകത്ത് നോക്കുമ്പോൾ 1 കോടി രൂപ, 1 കോടി രൂപയുടെ കച്ചവടം ഒരു മാസത്തിൽ. പക്ഷെ ബാങ്കിൽ നോക്കുമ്പോൾ വെറും 2 ലക്ഷം രൂപ. അവിടെ ഈ മാസം സാലറിയും റെന്റും കൊടുത്ത് തീരണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. പക്ഷെ ബാങ്കിൽ വെറും 2 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി എവിടാ? പെൻഡിങ് എമൗണ്ട് ആണ് സാർ. മാസീവായിട്ട് പൈസ കിട്ടാൻ കിടക്കുക, മാസീവ്. എന്റെ പ്രശ്നം എന്താ? സ്ട്രെസ് ലെവൽ അറ്റ് ഇറ്റ്സ് പീക്ക്. എന്താ സംഭവിച്ചത്? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, രാപകലില്ലാതെ ഇവന്റെയൊക്കെ പുറകിന് കടന്ന് ഓർഡർ എടുത്തു, ഇൻവോയ്സ് ചെയ്യിപ്പിച്ചു, വലിയ സെയിൽ എടുത്തു. ബട്ട് വെൻ യു ഓപ്പൺ യുവർ ബാങ്ക് അക്കൗണ്ട്, there is almost nothing left. ഒന്നുമില്ല അവിടെ, ഒന്നും ബാക്കിയില്ല. This is a trap. Revenue rich, cash poor trap. നിങ്ങൾ ഈ റവന്യൂ കൂട്ടുന്നതിന്റെ പിന്നാലെ പോയാലുണ്ടല്ലോ, തീർന്ന്. നിങ്ങൾ ആഴ്ചയിൽ മീറ്റിംഗ് ഇരിക്കുന്നത്, വീക്കിലി മീറ്റിംഗ് എടുക്കുന്നത് ഈ ആഴ്ച എത്ര റവന്യൂ ഉണ്ടാക്കി എന്നുള്ളതിലല്ല, എത്ര സെയിൽസ് എടുത്തു എന്നുള്ളതല്ല. Every week you should be sitting and discussing about how much cash you collected. ഈ ആഴ്ച എത്ര ക്യാഷ് കളക്ട് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അത് മാത്രം ചർച്ച ചെയ്താൽ മതി, ഇത് മാത്രം നോക്കിയാൽ മതി. കാരണം ക്യാഷ് ഈസ് ദ ഓൺലി കിങ് ഇൻ ബിസിനസ്. ക്യാഷ് ഈസ് ദ കിങ്. ആ ക്യാഷ് തരുന്ന കസ്റ്റമറെ നിങ്ങൾ വേണമെങ്കിൽ കിങ് എന്ന് വിളിച്ചു, അല്ലാതെ കടം മേടിക്കുന്നവനെ രാജാവെന്നും പറഞ്ഞ് അവന്റെ മുന്നിൽ പോയി നിൽക്കല്ലേ. റവന്യൂ റിച്ച്, ക്യാഷ് പുവർ ട്രാപ്പ്. എന്താ സംഭവിക്കുന്നത്? ലെറ്റ്സ് സേ നമുക്കിപ്പം 1 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് കിട്ടി. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചു? റവന്യൂ ബുക്ക് ചെയ്തു. ഓക്കെ, റവന്യൂ നോക്കുമ്പോൾ 1 കോടി, 1 കോടിയുടെ റവന്യൂ. പക്ഷേ ഇത് കൊടുത്തിരിക്കുന്നത് 60 ദിവസത്തെ ക്രെഡിറ്റ് ആണ്. 60 ദിവസത്തെ ക്രെഡിറ്റാ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇന്ന് റവന്യൂ കാണിച്ചു, പക്ഷെ 60 ദിവസം കഴിഞ്ഞ് നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതാണ് ഓരോ ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ സഫറിങ്. കാരണം എന്താ? ഈ പറഞ്ഞ ഗ്യാപ്പ് വരുന്ന 60 ദിവസമായ 2 മാസം നിങ്ങൾ എന്തൊക്കെ കയ്യിൽ നിന്ന് കൊടുക്കണം? സാലറി കൊടുക്കണം, റെന്റ് കൊടുക്കണം, ലേബറിന് കൊടുക്കണം, സപ്ലയർക്ക് കൊടുക്കണം, ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം, ലൈസൻസ് റിന്യൂ ചെയ്യണം, യുവർ അക്കോമഡേഷൻ കൊടുക്കണം, യുവർ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, നിങ്ങൾ പെട്രോൾ അടിക്കണം, നിങ്ങൾക്ക് ജീവിക്കണം. ഇതൊക്കെ എവിടുന്ന? ഫ്രം ദ മണി ദാറ്റ് യു ഹാവ് റിസീവ്ഡ് യെറ്റ്. ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പണത്തിന്റെ പുറത്ത് ഇത്രയും പൈസ നമ്മൾ ഇറക്കുക. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? യു ബിക്കം ദ ഫിനാൻസിയർ ഓഫ് യുവർ കസ്റ്റമർ. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന്റെ ബാങ്കായി മാറി. അവനെന്താ ഗുണം? 1 രൂപ പലിശ ഇല്ലാതെ നിങ്ങൾ 60 ദിവസം അവന് കടം കൊടുത്തു. യു ആർ ബിക്കമിങ് ദ ഫിനാൻഷ്യർ ഓഫ് യുവർ കസ്റ്റമർ വിത്ത് യുവർ സ്ട്രെസ്. ഈ സ്ട്രെസ് മൊത്തം ആരാ എടുക്കുന്നത്? നിങ്ങൾ. യു ആർ ആക്ടിങ് ലൈക്ക് എ ബാങ്ക്. കസ്റ്റമറെ സംബന്ധിച്ച് നിങ്ങൾ അവന്റെ ബാങ്കാണ്. ആ സ്ട്രെസ് മുഴുവൻ നമ്മുടെ നെഞ്ചത്ത്. അവനെന്താ? എന്റെ ചോദ്യം, ഇന്നത്തെ ദിവസം നിങ്ങൾ കിട്ടാനുള്ള മുഴുവൻ കണക്കെടുക്കുക. എന്നിട്ട് ഇന്ന് ആ എമൗണ്ട് മൊത്തം നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ, ഇതുവരെ കിട്ടാനുള്ള എല്ലാം ഇന്ന് കിട്ടിയെന്നിരിക്കട്ടെ. ഒന്ന് ആലോചിച്ച് എത്ര വലുതാണ് ആ എമൗണ്ട് എന്ന്. ആ എമൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ 1 രൂപ പലിശയില്ലാതെ ഈ നാട്ടുകാർക്ക്, ഈ കസ്റ്റമേഴ്സിന് കടം കൊടുത്തിരിക്കുക. നിങ്ങളുടെ പ്രശ്നം ശ്രദ്ധിച്ച് കേട്ടോണം. യു ഡോണ്ട് ഹാവ് എ സെയിൽസ് പ്രോബ്ലം. നിങ്ങൾക്ക് സെയിൽസ് അല്ല പ്രശ്നം. യു ഓൺലി ഹാവ് കളക്ഷൻ പ്രോബ്ലം. നിങ്ങളുടെ പ്രശ്നം കളക്ഷൻ ആണ്. നിങ്ങളുടെ പ്രശ്നം കളക്ഷൻ ആണ്. ഈ കളക്ഷൻ പ്രോബ്ലം വരാനുള്ള റീസൺ എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ വിലയിടാൻ അറിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. നിങ്ങളാണ് കടം കൊടുത്തേ. നിങ്ങളാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് 90 ദിവസം കഴിഞ്ഞ് കാശ് മതിയെന്ന്. വിച്ച് മീൻസ് ഓഫർ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ല. ഓഫർ സെറ്റിംഗ്, ഹൗ ടു സെറ്റ്
an irresistible offer. എന്നാൽ കസ്റ്റമേഴ്സിന് നിരസിക്കാൻ പറ്റാത്ത ഒരു ഓഫർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. സോ ഇറ്റ്സ് ഓൾ ദ പ്രോബ്ലം യു ക്രിയേറ്റഡ്. നിങ്ങൾക്ക് ഈ സ്കിൽ ഇല്ലാത്തത് കൊണ്ട്, പ്രൈസ് ഇടാൻ അറിയാത്തത് കൊണ്ട്, നിങ്ങൾക്ക് വാല്യൂ എങ്ങനെ കാണിക്കണം എന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി അവന് കടം കൊടുത്തു. സെയിൽസ് അല്ല പ്രശ്നം, കളക്ഷൻ. സെയിൽസ് ആണോ നിങ്ങൾക്ക് കൂട്ടണ്ടേ, കളക്ഷൻ ആണോ നിങ്ങൾക്ക് കൂട്ടണ്ടേ? സോ പ്ലീസ് ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ് അബൌട്ട് ഡൂയിങ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല എക്സൈറ്റ്മെന്റ് വേണ്ടത്. നമ്മൾ എക്സൈറ്റഡ് ആകേണ്ടത് നമ്മുടെ പ്രോഫിറ്റിലാണ്. ക്യാഷ് കയ്യിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എക്സൈറ്റഡ് ആകേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ ബിസിനസ്.